നീ ഇങ്ങനെ കരയാതെ കാര്യം പറ മോളെ. എന്താ എന്തിനാ അനസൂയ ഇങ്ങനെ കരയുന്നത്? അതാ ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. നീ എന്താ കാര്യം വെച്ച് പറ മോളെ. കാര്യം പറയടി, എന്താ ഉണ്ടായതെന്ന്. ഓഫീസിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ ഐശ്വര്യ എന്നെ അപമാനിച്ചു. അപമാനിച്ചു എന്ന് പറഞ്ഞ ഞാൻ നിവർത്തി കേട്ടിട്ട് അമ്മായി അവക്കൊരടി കൊടുത്തത്. എടി രമേ, കാര്യങ്ങളൊക്കെ ശരി എന്ന് കരുതി എന്റെ കൊച്ചിന്റെ ദേഹത്ത് തൊടാനൊന്നും ഞാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. അനസൂയക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ? എന്തിനാ അവിടെ വഴക്കിനും തല്ലിനും ഒക്കെ നിന്നത്? ഇതിപ്പോ ഈ കുടുംബ പ്രശ്നം ഓഫീസിൽ വെച്ച് തല്ലി തീർത്തതുപോലെ ആയില്ലേ? നിനക്ക് കുറച്ചുകൂടി സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുന്നല്ലോ. അതെന്ത് വർത്തമാനം കുറിച്ചാണ് നീ പറയുന്നേ? അപ്പൊ എന്റെ മോളോട് അവള് കാണിച്ചത് നീ വരെ നിസ്സാരം പോലെ കാണുകയാണോ? അങ്ങനെയല്ല ഭദ്ര രമ പറഞ്ഞതിന്റെ ഉദ്ദേശം. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ വീട്ടിൽ തീർപ്പാക്കാമായിരുന്നല്ലോ എന്നാ. അടിയനും കുഞ്ഞുങ്ങൾക്കും അങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും. ദേഹം നൊന്നതേ എന്റെ കൊച്ചിനാ. അവളാണ് എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ. അനസൂയയും തിരിച്ചടിച്ചു എന്നല്ലേ പറയുന്നത്? പിന്നെ അടിക്കാതെ എന്റെ മോള് അവളുടെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് മിണ്ടാതെ പറഞ്ഞെന്നാണോ? ആ പേരിൽ ഇനി ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട. എന്തായാലും അർജുനും ഐശ്വര്യം വരട്ടെ, നമുക്ക് ചോദിക്കാം. ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അവൾ എന്റെ മോളോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അവളെ ഞാൻ അടിക്കും. പിന്നെ എന്നെ ഒന്നും പറയരുത്. വാ മോളെ, വാ.